അക്രമങ്ങളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രത്തിൽ നിന്നും പിൽക്കാലത്തേക്ക് സംഭാവന ചെയ്യപ്പെട്ട വാക്കുകൾ അനവധിയാണ്. അവയിൽ പലതും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുമുണ്ട്. ലോകം മുഴുവൻ പുകൾപെറ്റ യുദ്ധവീരൻ, ഭരണാധികാരി, രാജ്യതന്ത്രജ്ഞൻ ഒക്കെയായ ജൂലിയസ് സീസർ നമ്മുടെ അറിവിൽ തെളിയുന്നത് കൈക്കരുത്തിന്റെ മിടുക്കിലായിരിക്കും. എന്നാൽ ജൂലിയസ് സീസർ എന്ന യോദ്ധാവിനും മുൻപ് അധികാരം അളന്നുപിടിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച ആയുധം വാക്കുകളായിരുന്നു. ഐ കം, ഐ സോ, ഐ കോൺകേർഡ്. യുദ്ധചരിത്രത്തിന് സീസർ വാക്കുകൊണ്ടു കൊടുത്ത മൂർച്ചയുള്ള അലങ്കാരമാണിത്. വന്നു, കണ്ടു, കീഴടക്കി. അധികാരത്തിലേക്ക് കടക്കാൻ ഏറ്റവും ആവശ്യം വാക്കുകളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രസംഗം പഠിക്കാൻ പ്രത്യേകം പരിശീലനം നേടുവാൻ സമയം കണ്ടെത്തി. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചു. 10,000 സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. സീസർ ആ അവസരം ഉപയോഗപ്പെടുത്തി. ഉഗ്രനൊരു പ്രസംഗം നടത്തി. അത് തന്റെ ഭാര്യയെക്കുറിച്ചായിരുന്നില്ല, കൊല്ലപ്പെട്ട മുൻ യുദ്ധവീരൻ മാരിയസിനെ കുറിച്ചായിരുന്നു. ജനം ആവേശം കൊണ്ടു. ജനം അവനൊപ്പം കൂടി. വാക്കുകൾ അധികാരത്തെ ശക്തിപ്പെടുത്തി. പിന്നീട് മരണം സീസറെ തേടി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഉയർന്നു നിന്നത്. മൂർച്ചയേറിയ കുന്തം തുടതുളച്ചപ്പോൾ മാനസിക വേദന കൊണ്ട് ഉറ്റ ചങ്ങാതിയെ നോക്കി പറഞ്ഞു, ബ്രൂട്ടസേ, നീയും. വാക്ക് യുദ്ധഭൂമിയിലെ ആയുധമാണ്. ജയിച്ചാൽ രാജാവാണ്. ഉപയോഗിക്കുമ്പോൾ മുറിവേൽക്കാതെ നോക്കണം. മറ്റുള്ളവർക്ക് മാത്രമല്ല, തനിക്ക് തന്നെയും. ശുഭദിനം.